ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോട് നമ്മുടെ HSA HSST മലയാളത്തെ കുറിച്ച് സംസാരിക്കാനാണ്. നമുക്കറിയാം HSA മലയാളത്തിന്റെ 2 വിജ്ഞാപനങ്ങൾ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ HSST മലയാളവും. ഈ മൂന്ന് വിജ്ഞാപനങ്ങളും നമ്മളെ സംബന്ധിച്ച് വലിയ അവസരങ്ങളാണ്. മലയാളത്തിലെ ഡിഗ്രി PG BEd ഒക്കെ കഴിഞ്ഞ് കേട്ടറ്റും സെറ്റും നെറ്റും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വലിയ അവസരങ്ങളാണ് ഈ പരീക്ഷകളൊക്കെ നൽകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തു, പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണെന്ന് അറിയാം. നമ്മുടെ HSAയുടെ എക്സാം എന്നാ വരുന്നേ? HSAയുടെ എക്സാം വരുന്നത് ജൂണിനും ഓഗസ്റ്റിനും ഇടയിലാണ്. അതേപോലെ HSSTയുടെ എക്സാം വരുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിട്ട് ഓഗസ്റ്റിനും ഒക്ടോബറിനും ഇടയിലായിരിക്കുമെന്നാണ് PSC നമ്മളോട് പറയുന്നത്. സോ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ നമുക്ക് HSST മലയാളത്തിന്റെ പരീക്ഷയും പ്രതീക്ഷിക്കാം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം HSST മലയാളം ജൂനിയർ എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ്. കാരണം 6 വർഷങ്ങൾക്കിപ്പുറമാണ് അല്ലെ, ഇന്ദുചൂടൻ വരുന്നു എന്ന് പറയുന്നത് പോലെ 6 വർഷങ്ങൾക്കിപ്പുറമാണ് നമ്മുടെ വിജ്ഞാപനം വരുന്നത്. അപ്പൊ ഒരുപാട് കാലമായിട്ട് ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വിജ്ഞാപനം, നല്ല ഒഴിവുകളും സാധ്യതകളും ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു വിജ്ഞാപനം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒട്ടും വൈകാതെ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പൊ നമുക്ക് സമയമില്ലല്ലേ, കൂടിപ്പോയാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസത്തെ കാലയളവ്. ഇതിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട വിശാലമായ ഒരു സിലബസ്. അപ്പൊ എവിടുന്ന് പഠിക്കും, എങ്ങനെ തുടങ്ങും എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെ സംശയങ്ങളുള്ളവർക്കൊക്കെ ഒരു ഗൈഡൻസും ഒരു അഡ്വൈസും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പഠിക്കുന്നതൊക്കെ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൽ വിശ്വാസ്യത ഏറണം അല്ലെ. ഞാനൊരു കാര്യം നിങ്ങളോട് ഇന്ന രീതിയിൽ പഠിക്കൂ എന്ന് പറയുമ്പോൾ അതിന് വിശ്വാസ്യത ഏറണം. അപ്പോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ റിസൾട്ട് ആണ് ആ വിശ്വാസ്യതയുടെ ഉറപ്പ് കൂട്ടാനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ HSA മലയാളത്തിന്റെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള CCയുടെ പ്രൊഡക്ട്സ് ആണ് ഇവരെല്ലാവരും. ഏകദേശം 50-ലധികം ഉദ്യോഗാർത്ഥികളാണ് HSA മലയാളം റാങ്ക് ലിസ്റ്റിൽ CC ഭാഗമായിട്ട് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ പകുതിയിലധികം പേർക്കും, ഞാൻ പറഞ്ഞു 50-ലധികം പേരാണ് HSA മലയാളം റാങ്ക് ലിസ്റ്റിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ സ്റ്റുഡൻസ് ആയിട്ട് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ പകുതിയിലധികം പേരും ഇന്ന് സർവീസിലുണ്ട്. ഇന്ന് കേരളത്തിലെ വ്യത്യസ്ത ഗവൺമെന്റ് സ്കൂളുകളിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിൽ ഇവരൊക്കെ തന്നെയും എന്തുണ്ട്, നിലവില് അധ്യാപകരായിട്ട് പ്രവേശിച്ചു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഈ വിശ്വാസ്യതയാണ്, ഈ ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ HSA HSST മലയാളം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എനിക്ക് തരാനുള്ളത്. കാരണം ഈ റിസൾട്ട്, ഈ ചരിത്രം ഇനിയും ഇവിടെ ആവർത്തിക്കും. 50 എന്നുള്ളത് അതിലധികമാകും. കേരളത്തിലുടനീളം CCയുടെ കുട്ടികൾ അല്ലെങ്കിൽ CCയുടെ പ്രൊഡക്റ്റുകൾ എവിടെ ഉണ്ടാകും? ഗവൺമെന്റ് സർവീസിൽ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കൂട്ടത്തിലേക്ക് നിങ്ങളെയും ഞാൻ വിളിക്കുകയാണ്. ഈ ഒരു കൂട്ടത്തിലേക്ക് എത്താൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും. ഞാൻ ഷിബിന, കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മലയാളം ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, നമ്മൾ HSST മലയാളം അല്ലെങ്കിൽ HSA മലയാളം പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഘടകമാണ്. PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ് പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ HSAയുടെ ചോദ്യപേപ്പർ എടുത്താലും HSSTയുടെ ചോദ്യപേപ്പർ എടുത്താലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലെ. ഡയറക്റ്റ് ചോദ്യങ്ങൾ, നേരിട്ടുള്ള ചോദ്യം, നേരിട്ടുള്ള ഉത്തരം. പ്രത്യേകിച്ച് അതിൽ വളഞ്ഞു മൂക്കുപിടുത്തത്തിന്റെ ആവശ്യമൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ട്രെൻഡ് മാറിയിട്ടുണ്ട്, ചോദ്യത്തിന്റെ രീതികൾ മാറിയിട്ടുണ്ട്. സോ ചോദ്യകർത്താവിന്റെ മനസ്സറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറി വരുന്ന പാറ്റേണിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന HSA HSST പരീക്ഷകൾക്ക് നിർബന്ധമായിട്ടും പ്രസ്താവന ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പൊ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സിലബസ് ബേസ് ചെയ്ത് പഠിക്കും. നിലവിലുള്ള സിലബസ് വെച്ചിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കാനെടുത്തു. ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് മലയാള സാഹിത്യത്തിന്റെ പ്രാചീന കാലഘട്ടമാണ് പഠിക്കാനുള്ളത്. പാട്ട്, മണിപ്രവാളം പോലെയുള്ള പ്രാചീന ഗദ്യം പോലെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെയായിരിക്കാം പ്രസ്താവനാപരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്? സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇന്നത് തന്നെ പഠിച്ചാൽ ഇന്നത് തന്നെ ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ HSAയുടെ ആയാലും HSSTയുടെ ആയാലും ഫസ്റ്റ് മൊഡ്യൂളിൽ വലിയ പ്രത്യേകിച്ചുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രസ്താവന ചോദ്യങ്ങൾ വരും എന്നുള്ളതൊന്ന് നോക്കിപ്പോവാം അല്ലെ. അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗണികകളെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രം ഇതിവൃത്തം സംവിധാനം ചെയ്തതെന്ന് M ലീലാവതി വിശേഷിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്?
അപ്പൊ ഡോക്ടർ ലീലാവതി ഇങ്ങനെ ഒരു പ്രസ്താവന ഈ പറയുന്ന ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ പുസ്തകം എന്നാ ചോദിക്കുന്നത്? ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയാടി ചരിതം, ചന്ദ്രോത്സവം, വൈശിക തന്ത്രം. ഇത് 4 നമുക്കറിയാം ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടതാ? മണിപ്രവാള പ്രസ്ഥാനത്തിലെ ചമ്പുകാവ്യങ്ങളിൽ പെട്ടതാണ് ഇത്, ഈ 4 കൃതികളും എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഗണികകളെ വർണ്ണിക്കാൻ, അതായത് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രം സംവിധാനം ചെയ്ത പുസ്തകം ഏതാ വരിക? ചന്ദ്രോത്സവം വരിക. ഏതാ വരിക? ചന്ദ്രോത്സവം. ഓപ്ഷൻ സി ആണ്, 3ാമത്തതാണ് ആൻസർ ആയിട്ട് വരിക. നമുക്കറിയാം മണിപ്രവാള സാഹിത്യത്തിലെ അവസാനത്തെ പുസ്തകമാണ്, പ്രാചീന മണിപ്രവാള സാഹിത്യ കൃതികൾ വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ പുസ്തകമാണ് ചന്ദ്രോത്സവം എന്ന് പറയുന്നത്. അപ്പോ മേദിനി വെണ്ണിലാവ് എന്ന് പറയുന്ന നായിക ഉള്ളത് ചന്ദ്രോത്സവത്തിലാണെന്ന് നമുക്കറിയാം. അപ്പൊ ചന്ദ്രോത്സവം എന്ന് പറയുന്ന കൃതിയെ സംബന്ധിച്ചിട്ടാണ് ആര്? നമ്മുടെ ഡോക്ടർ ലീലാവതി ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗണികകളെ വർണ്ണിക്കുവാൻ വേണ്ടി മാത്രം സംവിധാനം ചെയ്ത ഗ്രന്ഥമെന്ന് ലീലാവതി അഭിപ്രായപ്പെടുന്നത് ചന്ദ്രോത്സവത്തെ കുറിച്ചാണ്. ചന്ദ്രോത്സവം എന്ന് പറയുന്നത് പ്രാചീന മണിപ്രവാള കൃതികളിൽ ഏറ്റവും ഒടുവിലത്തേതാണ്. അതുപോലെ തന്നെ അതിലെ നായികയുടെ പേര് മേദിനി വെണ്ണിലാവ് എന്നാണ്. അപ്പൊ ഇവിടെ വൈശിക തന്ത്രം ഉണ്ടല്ലേ, വൈശിക തന്ത്രത്തിന്റെ പ്രത്യേകത എന്താ? മണിപ്രവാള സാഹിത്യത്തിലെ ആദ്യത്തെ കൃതിയാണ് വൈശികതന്ത്രം. നായിക ആരാണ്? അനംഗസേനയാണ് അല്ലെ. നല്ലൊരു ഗണികയാവാൻ വേണ്ടി, നല്ലൊരു വേശ്യാസ്ത്രീ ആകാൻ വേണ്ടിയിട്ട് അനംഗസേനയ്ക്ക് മുത്തശ്ശി ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് എവിടെ പറയുന്നത്? വൈശികതന്ത്രം എന്ന് പറയുന്ന കൃതിയിൽ പറയുന്നത്. ഉണ്ണുനീലി സന്ദേശം സന്ദേശകാവ്യങ്ങളില് നെടുനായക സ്ഥാനം അല്ലെ, പ്രാചീന മണിപ്രവാള സന്ദേശകാവ്യങ്ങളില് നെടുനായക സ്ഥാനം വഹിക്കുന്ന കാവ്യമാണ്. ഉണ്ണിയാടി ചരിതം പ്രാചീന മണിപ്രവാള ചമ്പുക്കളില് ആദ്യകാല ചമ്പുക്കളിലുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെയൊക്കെ പ്രത്യേകതകൾ വരും ചോദ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത് ഓർത്ത് വെച്ചോളുക. റെയർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ ചോദിക്കാനുള്ള ഇടയുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരെയും തുള്ളലിനെയും പ്രസക്തമാക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നമ്പ്യാരും തുള്ളൽ സാഹിത്യവും എന്ന് പറയുന്നത് നമ്മുടെ സിലബസിന്റെ ഭാഗമാണ്. അപ്പോ കുഞ്ചൻ നമ്പ്യാരെയും തുള്ളലിനെയും കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഇതാണ്: ഇതിഹാസ പുരാണങ്ങളെയും സങ്കല്പിത സമൂഹത്തെയും സന്നിവേശിപ്പിച്ചു, സദസ്സുമായി സംവദിക്കുന്ന ആഖ്യാന ശൈലി വളർത്തി, കഥകളിയുടെ രംഗസംസ്കാരത്തെ സ്വാംശീകരിച്ചു, മലയാള ഭാഷയുടെ താളലയ വൃത്തക്രമങ്ങളെ ഉപയോഗിച്ചു. ഈ 4 പ്രസ്താവനകളിൽ നമ്പ്യാരും നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെ നമുക്ക് പറയാം അല്ലെ. അദ്ദേഹത്തിന്റെ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാ ഇതിഹാസ പുരാണ കഥകളെ നമ്മുടെ നാടൻ ശീലിൽ അല്ലെ, നാടൻ ഛായയിൽ അവതരിപ്പിക്കാൻ ആർക്ക് പറ്റി? നമ്പ്യാർക്ക് പറ്റി. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഭീമനും പാഞ്ചാലിയും ഒക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇറങ്ങി നടക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് എവിടെ നമുക്ക് കിട്ടുന്നത്? നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ കിട്ടുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാം അല്ലെ. ഇതിഹാസ പുരാണങ്ങളെയും സങ്കല്പിത സമൂഹത്തെയും സന്നിവേശിപ്പിക്കുകയാണ് ആര് ചെയ്തത്? നമ്പ്യാര് ചെയ്തത്. അങ്ങനെയാണെങ്കിലോ സദസ്സുമായി സംവദിക്കുന്ന ഒരു ആഖ്യാന ശൈലി. തീർച്ചയായിട്ടും തുള്ളൽ എന്ന് പറയുന്ന കലാരൂപം എന്തുണ്ട്? സദസ്യരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. സോ നമുക്ക് രണ്ടാമത്തതും എന്താക്കാം? ശരിയാണെന്ന് പറയാം. പിന്നീടോ കഥകളിയുടെ രംഗസംസ്കാരത്തെ സ്വാംശീകരിച്ചു. ഒരിക്കലും ഇല്ല അല്ലെ. തുള്ളലിലെ കഥകളിയുടെ രംഗസന്നിവേശത്തെ അല്ലെങ്കിൽ രംഗസംസ്കാരത്തെ നമ്മൾ കാണുന്നില്ല. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തുള്ളലുമായിട്ടോ നമ്പ്യാരുമായിട്ടോ ബന്ധമില്ലാത്തതാ. നാലാമത്തത് നോക്കാം. മലയാള ഭാഷയുടെ താളലയ വൃത്തക്രമങ്ങളെ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ നാടൻ താളങ്ങളുടെ ഒരു ചടുല താളത്തിന്റെ ദ്രുതതാളത്തിന്റെ ഭാവം നമുക്ക് എവിടെ കാണാം? നമ്പ്യാർ കൃതികളിൽ, നമ്പ്യാരുടെ തുള്ളൽ കൃതികളിൽ കാണാം. സോ നമുക്ക് വരുന്ന നമ്പ്യാരും തുള്ളൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും അവസാനത്തെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്പ്യാരും തുള്ളലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ഇതിഹാസ പുരാണങ്ങളെയും സങ്കല്പിത സമൂഹത്തെയും കൂടി സന്നിവേശിപ്പിച്ചതും സദസ്സുമായി സംവദിക്കുന്ന ഒരു ആഖ്യാന ശൈലി കൊണ്ടുവന്നതും മലയാളികളുടെ ആ ഒരു ഭാഷയുടെ താളലയ വൃത്തങ്ങളെയൊക്കെ സന്നിവേശിപ്പിച്ചതും ഒക്കെ നമ്പ്യാരുടെ അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്തരത്തില് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ നമുക്ക് ഏറെയാണ്, തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഹൊയ്സാല രാജ്യത്തെ ദോരസമുദ്രം പരാമൃഷ്ടമാകുന്ന പ്രാചീന മണിപ്രവാള കൃതിയാണ്. ഏതാണെന്നാ ചോദിക്കുന്നത്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണുനീലി സന്ദേശം,
അനന്തപുര വർണ്ണനം. ഇതിൽ ഏതാണെന്നാ ചോദിക്കുന്നത്. ഈ പ്രാചീന മണിപ്രവാള കൃതികളെ പറ്റിയും സന്ദേശകാവ്യങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ പരാമർശമാകുന്ന വ്യത്യസ്ത സംഭവങ്ങളെ കുറിച്ച്, വസ്തുതകളെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതില് വളരെ റയറായിട്ട് വന്ന ഒരു ചോദ്യമാണ്, ഭൂരിഭാഗം പേരും ചിലപ്പോൾ അറിയാത്തതായി വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഹൊയ്സാല രാജ്യത്തെ ധോരസമുദ്രം പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതി ഏതാ വരിക? ഉണ്ണിയച്ചി ചരിതമാണ്. ഏതാ വരിക? ഉണ്ണിയച്ചി ചരിതമാണ്. അതായത് ഹൊയ്സാല രാജ്യത്തെ ധോരസമുദ്രം, അതായത് ഹൊയ്സാല രാജ്യത്തിന്റെയും അതിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ധോരസമുദ്രത്തെ കുറിച്ചും പരാമർശിക്കുന്ന കാവ്യം ഏതാണ്? ഉണ്ണിയച്ചി ചരിതമാണ്. ഉണ്ണിയച്ചി ചരിതത്തെ പറ്റി നമുക്കറിയാം. എന്താണ്? പ്രാചീന മണിപ്രവാള കൃതികളില് ആദ്യത്തേതാണ്, പ്രാചീന മണിപ്രവാള ചമ്പുക്കളിൽ ആദ്യത്തേതാണ്. നമ്മുടെ ആനയച്ച് എന്ന് പറയുന്ന ചോള നാണയത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതി കൂടിയാണ് ഉണ്ണിയച്ചി ചരിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരുമരുതൂർ, തിരുനെല്ലി, അതേപോലെ വളപട്ടണം, മാടായി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നതും എവിടെയാണ്? ഉണ്ണിയച്ചി ചരിതത്തിൽ തന്നെയാണ്. നമ്മുടെ പഴഞ്ചേരി ഭദ്രകാളിയെ കുറിച്ച് പരാമർശം, പഴഞ്ചേരി ഭദ്രകാളിയുടെ സ്തുതി പരാമർശിക്കുന്നതും എവിടെയാണ്? ഉണ്ണിയച്ചി ചരിതത്തിലാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് മലയാളി എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കാണുന്നതും എവിടെയാണ്? ഉണ്ണിയച്ചി ചരിതത്തിലാണ്. അപ്പൊ ഉണ്ണിയച്ചി ചരിതത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നമ്മള് അടുത്തത് ഉണ്ണിച്ചിരുദേവി ചരിതമാണ്. നമ്മൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ചൊക്കെ പറയല്ലേ, പൊയിലം വർണ്ണന, ചോകിരം വർണ്ണന, ഇതൊക്കെ എവിടെയാണ്? ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ് വരുന്നത്. ഉണ്ണുനീലി സന്ദേശം നമുക്കറിയാം. മുണ്ടക്കൽ ഭവനത്തെ കുറിച്ച് പറയുന്നു, ഉണ്ണുനീലി അല്ലെ, ഉണ്ണുനീലിയെ കുറിച്ച് പറയുന്നു, തിരുവിതാംകൂർ രാജാവിനെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഉണ്ണുനീലി സന്ദേശത്തിൽ വരുന്നതാണ്. അനന്തപുര വർണ്ണനം മണിപ്രവാള സാഹിത്യത്തിലെ നഗരവർണ്ണന പ്രധാനമായിട്ടുള്ള കൃതിയാണ് അനന്തപുര വർണ്ണനം എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം ഏതാണ്? തിരുവനന്തപുരം നഗരവും അനന്തപത്മനാഭസ്വാമി ക്ഷേത്രവും അതിന്റെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അതിന്റെ പരിസരം, അവിടുത്തെ തീർത്ഥങ്ങൾ, അങ്ങാടികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് എവിടെ വർണ്ണിക്കുന്നത്? അനന്തപുര വർണ്ണനം എന്ന് പറയുന്ന പ്രാചീന മണിപ്രവാള കൃതിയിൽ വർണ്ണിക്കുന്നത്. നഗരവർണ്ണന പ്രധാനമായിട്ടുള്ള കൃതിയാണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു ചോദ്യത്തിൽ നിന്ന് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പം ഒരു കൃതിയെ പറ്റി ഏത് കാലഘട്ടത്തിൽ ഉണ്ടായി, കർത്താവാര് എന്നതിലുപരി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പ്രസ്താവനകളെ നമ്മൾ കണ്ടെത്തി പഠിക്കണം. ഉണ്ണിയച്ചി ചരിതത്തെ പറ്റി കൂടുതൽ പേർക്കും അറിയാത്തൊരു പ്രസ്താവനയാണ് ഹൊയ്സാല രാജ്യത്തെ ധോരസമുദ്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ന്യൂനത്വേ അധമം എന്ന ലീലാതിലക സൂത്രം അനുസരിച്ച് ന്യൂനമായിരിക്കുന്നത് ഏത് എന്നാണ് ചോദിക്കുന്നത്. കേരള ഭാഷ, രസം, സംസ്കൃതം, കേരള ഭാഷയും രസവും. ന്യൂനത്വേ അധമം. എന്ത് ഈ ന്യൂനത്വേ അധമം? നമ്മൾ പറയാറുണ്ടല്ലേ, ലീലാതിലകത്തില് സംസ്കൃത വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷണശാസ്ത്ര ഗ്രന്ഥമായിട്ടുള്ള ലീലാതിലകം 14-ാം നൂറ്റാണ്ടാണ് കാലമെന്ന് നമുക്കറിയാം. ലീലാതിലകത്തിന്റെ 1-ാം ശില്പത്തില് മണിപ്രവാളത്തിന്റെയും പാട്ടിന്റെയും ലക്ഷണ നിർദ്ദേശം കൽപ്പിക്കുന്നതോടൊപ്പം മണിപ്രവാളത്തിന്റെ 5 ഉപവിഭാഗങ്ങളെ പറ്റി ലീലാതിലകകാരൻ പറയുന്നുണ്ട് അല്ലെ. മണിപ്രവാളം എത്ര വിഭാഗമുണ്ട്? 5 ഉണ്ട്. ഏതൊക്കെയാ അത്? ഉത്തമം, ഉത്തമകൽപ്പം, മധ്യമം, മധ്യമകൽപ്പം, അധമം എന്നിങ്ങനെ 5 വിഭാഗങ്ങളാണ് എന്തിനുള്ളത്? ലീലാതിലകത്തിന് ഉള്ളത്. ഈ ഓരോന്നിലും ഭാഷയ്ക്കും രസത്തിനും അതേപോലെ സംസ്കൃതത്തിനും വാച്യാർത്ഥത്തിനും ഈ 4 കാര്യങ്ങൾക്ക്, ഏതിനൊക്കെയാണ്? രസവാച്യങ്ങൾ, ഭാഷയും സംസ്കൃതവും, ഈ 4 കാര്യങ്ങൾക്കുള്ള പ്രാധാന്യത്തെ ഇതിൽ ഏത് ഏറെയും കുറഞ്ഞും ഇരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഏത് മണിപ്രവാളം എന്ന് തീരുമാനിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ അതില് ന്യൂനത്വേ അധമം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതിനെയാണ്? അധമ മണിപ്രവാളത്തിലാണ്. അധമ മണിപ്രവാളത്തിൽ ന്യൂനമാണ്, കുറഞ്ഞിരിക്കുകയാണ്. ആര് കുറഞ്ഞിരിക്കുന്നു എന്നാണ് ചോദ്യം. ആരാ കുറഞ്ഞിരിക്കുന്നത്? കേരള ഭാഷയും രസവുമാണ് കുറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഭാഷയ്ക്കും രസത്തിനും കുറവ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അധമമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഭാഷയും രസവും ഏറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഭാഷയ്ക്കും രസത്തിനും തുല്യ പ്രാധാന്യമാണെങ്കിൽ അതെന്താണ്? ഉത്തമമാണ്. പിന്നെ ഇതെല്ലാം ഏറിയും കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ ഉത്തമകൽപ്പത്തെയും മധ്യമത്തെയും മധ്യമകൽപ്പത്തെയും ഒക്കെ പറയാറുണ്ട്. ഭാഷയും രസവും ഒക്കെ തുല്യമായിട്ടിരിക്കുന്നതിന് ഭാഷയും രസവും തുല്യം, അതേപോലെ രസവാച്യങ്ങളും ഭാഷയും സംസ്കൃതവും തുല്യം, അതേപോലെ രസവാച്യങ്ങളും തുല്യമായിട്ടുള്ളത് മധ്യമം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണിപ്രവാളത്തിന്റെ 5 ഉപവിഭാഗങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആ ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടാകും. ലീലാതിലകം എന്ന് പറയുന്നതിന്റെ ആ ലക്ഷണ നിർദ്ദേശങ്ങൾ ഓരോന്നും അതിപ്പോ ഇനി അടുത്ത മൊഡ്യൂളുകളിൽ നമ്മൾ കാണുന്നത്, ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലെ. അടുത്ത മൊഡ്യൂളുകളിൽ ഗ്രാമറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ലീലാതിലകത്തിലെ സന്ധി വ്യാഖ്യാനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. അവിടെയും നമ്മൾ എന്ത് ചെയ്യും? കാരിക എടുത്തു വെച്ച്, സൂത്രം എടുത്തു വെച്ച് നമ്മൾ
പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ന്യൂനത്വേ അധമം, അധമ മണിപ്രവാളത്തിൽ ഏതാണ് ന്യൂനമായിട്ടിരിക്കുന്നത്, ഏതാണ് കുറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കേരള ഭാഷയും രസവുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം അതും വീണ്ടും ഒരു പ്രാചീന ചമ്പുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവനാ ചോദ്യം തന്നെയാണ്. പ്രാചീന ചമ്പുക്കളിൽ നിന്നും മധ്യകാല ചമ്പുക്കളിലേക്ക് എത്തുമ്പോൾ ഭാഷയ്ക്ക് സംഭവിച്ച മാറ്റങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? സംസ്കൃതത്തിന്റെ ആധിപത്യം കൂടി, സംസ്കൃത മലയാള പദങ്ങളുടെ അവ്യവസ്ഥിതമായ പ്രയോഗം, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾക്ക് പകരം സംസ്കൃത രൂപങ്ങൾ ചേർക്കുക, പിൻവിനയച്ചത്തിന്റെ സ്ഥാനത്ത് നടുവിനയച്ചം ഉപയോഗിക്കുക. ഈ 4 പ്രസ്താവനകളില് പ്രാചീന അല്ലെങ്കിൽ പ്രാചീന ചമ്പുക്കളിൽ നിന്ന് മധ്യകാല ചമ്പുക്കളിലേക്ക് മണിപ്രവാള സാഹിത്യം സഞ്ചരിക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, സംഭവിച്ച മാറ്റങ്ങൾ, ഭാഷാപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന ചോദ്യം. ഏതൊക്കെയാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തതും രണ്ടാമത്തതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. സംസ്കൃതത്തിന്റെ ആധിപത്യം കൂടി. തീർച്ചയായിട്ടും പ്രാചീന മണിപ്രവാളത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രാചീന മണിപ്രവാള ചമ്പുക്കളിൽ നിന്ന് മധ്യകാല ചമ്പുക്കളിലേക്ക് എത്തിയപ്പോഴേക്കും സംസ്കൃതത്തിന്റെ ആധിപത്യം കൂടുകയുണ്ടായി. അതോടൊപ്പം തന്നെ സംസ്കൃത മലയാള പദങ്ങൾ അവ്യവസ്ഥിതമായി, ഒരു കൃത്യതയില്ലാത്ത രീതിയിൽ, ഒരു കണക്കില്ലാത്ത രീതിയിൽ, ഒരു വ്യവസ്ഥയില്ലാത്ത രീതിയിൽ, അവ്യവസ്ഥിതമായ രീതിയിൽ പ്രയോഗിക്കാനായിട്ടും തുടങ്ങി. അവിടെ വിഭക്ത്യന്ത സംസ്കൃതങ്ങൾക്ക് പകരം സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്ന രീതി നമുക്ക് മധ്യകാല ചമ്പുക്കളിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കില്ല. മധ്യകാല ചമ്പുക്കളിലൊക്കെ തന്നെയും വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പിൻവിനയച്ചത്തിന് ശേഷം നടുവിനയച്ചം എന്നുള്ളൊരു രീതിയും നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നില്ല? മധ്യകാല ചമ്പുക്കളിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സോ പ്രാചീന ചമ്പുക്കളിൽ നിന്നും മധ്യകാല ചമ്പുക്കളിലേക്ക് എത്തിയപ്പോ സംഭവിച്ച മാറ്റം എന്താടാ? സംസ്കൃതത്തിന്റെ ആധിപത്യം കൂടുകയും ചെയ്തു. സംസ്കൃത മലയാള പദങ്ങൾ അവ്യവസ്ഥിതമായിട്ട്, വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ട്, വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രയോഗിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ഓക്കെയാണേ? അപ്പൊ ആ ഒരു ചോദ്യം നമുക്ക് മനസ്സിലായേ? അപ്പൊ അടുത്തത് നോക്കാം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. അതേപോലെ സിലബസിൽ മാറ്റം ഉണ്ടാകാം. മാറ്റം ഉണ്ടായാൽ എന്തൊക്കെ കടന്നു വരാം? മാറ്റമില്ലാതെ തുടരുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെയാണ് ഉറപ്പിച്ച് പഠിക്കേണ്ട ഭാഗങ്ങൾ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടും ഇപ്പോഴും ആശങ്കയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരുക്കുന്ന ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക. നമ്മുടെ വെബിനാർ എന്നാ വരുന്നേ? ഫെബ്രുവരി 15 വൈകുന്നേരം 7 മണിക്കാണ് വരുന്നത്. നമ്മുടെ സ്വന്തം ശീതൾ മിസ് ആയിരിക്കും. ഒരുപാട് കാലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള പ്രഗത്ഭയായിട്ടുള്ള അധ്യാപികയാണ്. ശീതൾ മിസ് ആയിരിക്കും നിങ്ങൾക്ക് ആ വെബിനാറിൽ നമ്മുടെ HSST മലയാളം എങ്ങനെ പഠിച്ച് എങ്ങനെ മുന്നേറാം, എങ്ങനെ ഉഷാറായിട്ട് പരീക്ഷയെ നേടിയെടുക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ഫെബ്രുവരി 15 വൈകിട്ട് 7 മണിക്കാണ്. അപ്പോൾ സൂം വെബിനാർ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ വെബിനാറിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് കയറിയിട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് HSST മലയാളം അല്ലെങ്കിൽ HSA മലയാളം പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വെബിനാർ സെഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും, ഉറപ്പാണ്. ഞാൻ മുൻപ് പറഞ്ഞ റിസൾട്ടിനെ പറ്റിയിട്ട് മറന്നു പോകണ്ട. ഇതേപോലുള്ള ഒരുപാട് വെബിനാറുകളും ക്ലാസ്സുകളുടെയും ഒക്കെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇവരൊക്കെ അന്ന് എവിടെ സർവീസിലേക്ക് എത്തപ്പെട്ടത്. സോ എല്ലാവരും വെബിനാറിൽ രജിസ്റ്റർ ചെയ്യുക, പങ്കെടുക്കുക. നമുക്ക് ഒന്നിച്ച് കൂട്ടായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടില്യത്തിലൂടെയും അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവ ഭേദങ്ങൾ തിരുനിഴൽ മാലയിൽ കാണാം എന്ന് വിലയിരുത്തിയത് ആര്? സാമാന്യം വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു വിലയിരുത്തൽ നടത്തിയത് ആര് എന്നാ ചോദിക്കുന്നത്. എന്തിനെ പറ്റിയിട്ടുള്ള വിലയിരുത്തലാണ്? തിരുനിഴൽ മാലയെ പറ്റിയിട്ടാണ് അല്ലെ. പാട്ടുസാഹിത്യത്തിലെ 2ാം കൃതിയായിട്ടുള്ള തിരുനിഴൽ മാലയെ പറ്റിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആരാണ് ഇത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. ശാസനങ്ങളിൽ തുടങ്ങി ഭാഷാ കൗടില്യത്തിലൂടെയും അനന്തപുര വർണ്ണനത്തിലൂടെയും ലീലാതിലകത്തിൽ വന്നെത്തുന്ന കേരള ഭാഷയുടെ മുഖ്യ സ്വഭാവ ഭേദങ്ങൾ എവിടെ കാണാം? തിരുനിഴൽ മാലയിൽ കാണാം. ഈ ഒരു പ്രസ്താവന പറഞ്ഞതാരെന്നാണ് ചോദിക്കുന്നത്. നടുവട്ടം ഗോപാലകൃഷ്ണൻ, PM വിജയപ്പൻ, MM പുരുഷോത്തമൻ നായർ, ഇവരാരുമല്ല. ആരെങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോ തിരുനിഴൽ മാലയിൽ കാണാൻ പറ്റുന്നത് ഈ പറയുന്നത് പോലെ കേരള ഭാഷയുടെ സ്വഭാവ സവിശേഷതകൾ കാണാം അല്ലെ, പല കാലങ്ങളായി സഞ്ചരിച്ചു വന്ന ഒരു സ്വഭാവ സവിശേഷതകൾ കാണാം എന്ന് പറഞ്ഞത് ആരാണ്? PM വിജയപ്പനാണ്. ആരാ പറഞ്ഞത്? PM വിജയപ്പനാണ്. അപ്പൊ ഒരു പ്രസ്താവനയായില്ലേ, ഒരു കൃതിയെ പറ്റിയുള്ള ഒരു പ്രസ്താവന ആര് പറഞ്ഞു എന്നുള്ളത് നോക്കണം. ഇവിടെ
എം പുരുഷോത്തമൻ നായരെ നമുക്കറിയാം അല്ലെ. എന്താണ് തിരുനിഴൽമാല കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ആരാണ്? എം പുരുഷോത്തമൻ നായരാണ്. സോ തിരുനിഴൽമാലയുമായി എന്ത് ചോദിച്ചാലും നമ്മൾ പുരുഷോത്തമൻ നായരിലേക്കായിരിക്കും നമ്മുടെ കണ്ണു പോവുക. പക്ഷെ അങ്ങനെയല്ല. ആരാണ് പറഞ്ഞത്? PM വിജയപ്പനാണ് ഇത്തരത്തിലൊരു പ്രസ്താവന തിരുനിഴൽമാലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ആലത്തൂർ മണിപ്രവാളവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? മണിപ്രവാളത്തിൽ രചിക്കപ്പെട്ട വൈദ്യശാസ്ത്ര ഗ്രന്ഥം, രസമില്ലെങ്കിലും മണിപ്രവാളമായി പരിഗണിക്കാമെന്ന് ലീലാതിലകകാരൻ നിർദ്ദേശിക്കുന്ന ഗ്രന്ഥം, ആയുർവേദ ചികിത്സാക്രമങ്ങൾ പരാമർശിക്കുന്ന മണിപ്രവാള കൃതി, മേൽ പറഞ്ഞവയെല്ലാം. ആലത്തൂർ മണിപ്രവാളം, ആലത്തൂർ നമ്പിയുടെ ആലത്തൂർ മണിപ്രവാളം. എന്താണ് ആലത്തൂർ മണിപ്രവാളത്തെ പറ്റിയിട്ട് ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ് അല്ലെ. ഇവയെല്ലാം ശരിയാണ്. ആലത്തൂർ മണിപ്രവാളം നമുക്കറിയാം, മണിപ്രവാളത്തിൽ ഉണ്ടായിട്ടുള്ള ആയുർവേദ ചികിത്സാ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് ആലത്തൂർ മണിപ്രവാളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൽ രസമില്ലെങ്കിലും അതൊരു മണിപ്രവാള കൃതിയായി പരിഗണിക്കാമെന്ന് നമ്മുടെ ലീലാതിലകകാരൻ പറയുന്നതും ആലത്തൂർ മണിപ്രവാളത്തെ കുറിച്ചാണ്. ആയുർവേദ ചികിത്സാക്രമങ്ങള് പരാമർശിക്കുന്ന ഒരു മണിപ്രവാള കൃതിയും ഏതു മാത്രമേ ഉള്ളൂ? ആലത്തൂർ മണിപ്രവാളമേ ഉള്ളൂ. സോ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ആലത്തൂർ മണിപ്രവാളവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം അതിനോട് യോജിക്കും. എഴുതിയിട്ടുള്ളത് ആലത്തൂർ നമ്പിയാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത്, അപ്പൊ ഈ ഒരു മാറി വരുന്ന പാറ്റേൺ, മാറി വരുന്ന സിലബസ്, ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഉഷാറായിട്ട് പഠിച്ചു പോകേണ്ട സമയമാണ്. അപ്പൊ എങ്ങനെ പഠിക്കണം? നമുക്കറിയാം എക്സാമിന്റെ സിലബസ് എപ്പോഴാ വരിക? എക്സാമിന്റെ ഡേറ്റ് കൃത്യമായിട്ട് ഡിക്ലെയർഡ് ആയതിനു ശേഷം മാത്രമേ ആ സിലബസിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ ആ മാറി വന്ന സിലബസിനെ 1-2 മാസങ്ങൾക്കപ്പുറം നിൽക്കുന്ന പരീക്ഷയുമായിട്ട് കൂട്ടിയിണക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾക്ക് അറിയാം, എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം എന്താണ് വളരെ വലിയൊരു സിലബസ് ആണ്, വളരെ ഗൗരവമേറിയ ഒരു പരീക്ഷയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ അടുത്ത HSA HSST മലയാളം പരീക്ഷകൾ നമുക്കുള്ളതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് വരാവുന്നതാണ്. ഞാൻ മുൻപ് ആവർത്തിച്ചതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ആ ഒരു രീതിയിലേക്ക്, ആ ഒരു തലത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും എത്തിക്കാൻ, അധ്യാപനം, ഹയർ സെക്കൻഡറി അധ്യാപനം സ്വപ്നം കാണുന്ന നിങ്ങളെ ഓരോരുത്തരെയും ആ ഒരു നിലയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് എന്നെ പോലെ ഒരുപാട് അധ്യാപകർക്ക്, പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകർക്ക്, മലയാളം അധ്യാപകർക്കും ജനറൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കും ഒക്കെ ഉറപ്പുള്ളത് കൊണ്ടാണ് CCയിലേക്ക്, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. HSA HSST മലയാളം കോഴ്സുകൾ എല്ലാ കോഴ്സുകളെയും പോലെ തന്നെ മെന്റർഷിപ്പോടുകൂടി, എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളോടുകൂടി, ഏറ്റവും ആഴത്തിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് HSA HSST മലയാളത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈവ് ക്ലാസ്സുകളും പരീക്ഷകളും നിരന്തരമായിട്ടുള്ള റിവിഷനുകളും ഒക്കെ തന്നെയും HSST എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഒന്നിച്ചു പഠിക്കാം. ഉഷാറായിട്ട് തന്നെ നമുക്ക് HSST മലയാളം നേടാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. 8589083568 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിലേക്ക് വരിക, നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് HSST മലയാളം സ്വന്തമാക്കാം. അപ്പോ ഇതുപോലെ നിങ്ങൾക്ക് HSST മലയാളത്തെ സംബന്ധിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിൽ, പോർഷൻസിനെ പറ്റി ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങളെ പറ്റിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ധാരണ പിശകുകൾ ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണ്, എന്ത് ഇൻഫോർമേഷൻ ആണ് ആവശ്യമായിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ കണ്ടന്റുകളും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.